ആർഎസ്എസിലേക്ക് മറ്റ് എതിർപ്പ് ഉള്ള ഘടകങ്ങൾ എന്തായിരുന്നു? RSSന് കൂടി ബോധ്യമാകാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായും പിന്തുണയ്ക്കാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ ഈ പൊളിറ്റിക്കൽ വിവിരാശനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ മറ്റ് എതിർഘടകങ്ങൾ എന്തായിരുന്നു ആർഎസ്എസിലേക്ക്? പ്രജീഷ്, 3 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് മത്സരിക്കുമെന്ന് സ്വയം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ രംഗത്തിറങ്ങിയതാണ്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹത്തിന് സംസ്ഥാന ബി ജെ പിയിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഉറപ്പിക്കണമെങ്കിൽ നിയമസഭാ സീറ്റുകൾ നേടണം. ഒട്ടനവധി നിയമസഭാ സീറ്റുകൾ വിജയിക്കണം. തിരുവനന്തപുരത്ത് കുറഞ്ഞത് 4 സീറ്റെങ്കിലും വിജയിക്കണം. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഇവിടെ വിജയം ഉറപ്പാക്കണം. അപ്പോൾ അത്തരം അത് പാർട്ടിക്കകത്തുള്ള എതിർപക്ഷത്തുള്ള നേതൃത്വത്തെ ഒതുക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മുഖവിലേക്ക് എടുക്കാതെയോ അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെയോ RSSന്റെ താല്പര്യങ്ങൾ കേൾക്കാതെയോ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക അദ്ദേഹത്തെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. അത് മനസ്സിലാക്കാതെ തന്നെ അത് മുന്നോട്ട് പോയത് കൊണ്ട് അവസാന ബ്രഹ്മാസ്ത്രം പോലെ അവസാന ദിവസം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്ന അവസരത്തിൽ BJPക്കുള്ളിലെ പ്രബല കക്ഷിയായ പ്രബല ഗ്രൂപ്പ് വിഭാഗമായ ഈ മുരളീധരനെ പിന്തുണയ്ക്കുന്നവർ അത്തരമൊരു നീക്കം നടത്തി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇല്ലെങ്കിൽ ശ്രീലേഖയുടെ പേരിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്നിരുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം, കാരണം നേരത്തെ തന്നെ BJPയിലെ വി മുരളീധര പക്ഷം, കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട പക്ഷമെല്ലാം തന്നെ ഒരു കൗൺസിലിൻ്റെ അഭിപ്രായം ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ കണ്ട് സംസ്ഥാന അധ്യക്ഷൻ ഇതിൽ ആരെയാക്കണം മേയർ എന്നത് സംബന്ധിച്ച് ചർച്ചകൾക്ക് പോയി എന്ന് പറയുമ്പോഴും ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഒരാൾ വന്ന് കൗൺസിലർമാരോട് ആരെയാണ് അവർ മേയറായി പരിഗണിക്കുന്നത് അല്ലെങ്കിൽ എന്നത് സംബന്ധിച്ച് അഭിപ്രായം കേൾക്കണം എന്നൊരു നിലപാട് വി മുരളീധര പക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനത്തിലെങ്കിലും അങ്ങനെ ഒരു നിലപാട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന അധ്യക്ഷൻ തയ്യാറായില്ല. പകരം അദ്ദേഹം ഡൽഹിക്ക് പോയി ദേശീയ നേതൃത്വത്തെ അഭിപ്രായം അറിയിച്ച് ആ അഭിപ്രായം പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യവുമായാണ് മുന്നോട്ട് പോയത്. ആ നീക്കങ്ങൾക്കാണ് ഒരു തിരിച്ചടിയായത് എന്നുള്ള കാര്യം സംശയമില്ല. കാരണം ശ്രീലേഖ എന്ന പേര് മാറി പറയാനിടയായ സാഹചര്യമെല്ലാം അതിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ഇന്നലെ രാത്രി ജില്ലാ RSSന്റെ നേതൃത്വം പ്രാന്തകാര്യവാഹ് പ്രസാദ് ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചകളിൽ RSS പിന്തുണയ്ച്ചത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ മേയർ സ്ഥാനത്തേക്ക് വരുന്ന ആളുടെ രാഷ്ട്രീയ പ്രാവീണ്യം എല്ലാം പ്രധാനമാണ് എന്ന് പരിഗണിക്കുന്നതിലൂടെ തന്നെ RSSയിലേക്ക് മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വി രാജേഷിന് അനുകൂല ഘടകമായി മാറിയത് രാഷ്ട്രീയത്തിലെ ആ പ്രവൃത്തി പരിചയം ഒന്നാണ്. അതാണ് RSSന്റെ ഇടപെടലിന് കൂടി കൂടുതൽ കാര്യമായി മാറുകയും ചെയ്ത് പിന്നീട് മുരളീധര പക്ഷത്തിൻ്റെ ഒരു ഇടപെടൽ അവസാന നിമിഷം വന്നു. കാരണം സംസ്ഥാന അധ്യക്ഷൻ ഏകപക്ഷീയമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു അഭിപ്രായം നേരത്തെ തന്നെ ഈ നേമത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടൊക്കെയുണ്ട്. അപ്പോൾ ഒരു ചർച്ചയും സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്ന കാര്യം JP നഡ്ഡയുമായി ആശയവിനിമയം നടത്തി ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെ ഒരു അവസാന നിമിഷത്തിൽ എത്തുമ്പോൾ വലിയൊരു ടെസ്റ്റ് സംഭവിക്കുന്നു. ആ ടെസ്റ്റിൻ്റെ ഫലം എന്തെന്ന് ചോദിച്ചാൽ ശ്രീലേഖ തഴയപ്പെടുന്നു. പൂർണ്ണമായും ശ്രീലേഖയുടെ സാധ്യതകൾ അടഞ്ഞിരിക്കുന്നു.